ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഉച്ചയ്ക്കൊരു 12:30 മുതൽ രാത്രി കിടക്കുന്ന വരെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ സംഭവം പോണത് എൻ്റെ വീട്ടിലേക്ക് പോവാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കാൻ്റെ വീട്ടിലുള്ള സമയത്ത് മാത്രമേ ഞാൻ ഇക്കാൻ്റെ വീട്ടിൽ അങ്ങനെ നിൽക്കലുള്ളൂ എന്നുള്ളത്. അതിൻ്റെ റീസണ് ഞാൻ കുറച്ചൊക്കെ കഴിയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് ഞാൻ ഇങ്ങനെ അടപ്പായസം അതുപോലെ തന്നെ തണുത്ത ഇളനീരിൻ്റെ പായസമൊക്കെ അങ്ങനെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇളനീരിൻ്റെ പായസം ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അടപ്പായസത്തിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇക്കാൻ്റെ വർക്കിന് ഷോപ്പൊക്കെ പോയി. ഇക്കാക്ക് ഇപ്പോൾ 2 ദിവസമായിട്ട് വർക്ക് വരുന്നത് 1 മണി to 1 മണിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇക്കാനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പിന്നെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ഒരു പായസത്തിൻ്റെ നല്ല മധുരം കൊണ്ട് എനിക്ക് പിന്നെയും ദാഹം വന്നപ്പോൾ ഒരു കടയിൽ കയറിയിട്ട് ഒരു നെല്ലിക്ക കാന്താരിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. വീട്ടിലേക്ക് പോയപ്പോൾ ഇപ്പോൾ ചക്ക മാങ്ങ സീസണാണല്ലോ. ഈ ഒരു നാടൻ മാങ്ങ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അത് ഞാൻ വന്നപ്പോൾ ഞാൻ തന്നെ കൊണ്ടുവന്നതാട്ടോ. പക്ഷെ ഞാനങ്ങനെ കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് വന്നപ്പോൾ അങ്ങനെ അത് കഴിച്ചു. പിന്നെ അവിടെ കറിയും അതുപോലെ തന്നെ ഉപ്പേരിയും ഇതൊക്കെ തൂമിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഈ തൂമിക്കണീന് എന്താ പറയുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. താളിക്കാന്നൊക്കെ കേട്ടിട്ടുണ്ട് ചില നാട്ടിൽ. അങ്ങനെ പിന്നെ കറി തൂമിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടുകും ചെറിയുള്ളിയും കുറച്ച് കരിവേപ്പിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ തൂമിച്ചു. ഇപ്പോഴാണെങ്കിൽ ഭയങ്കര ചൂടായതുകൊണ്ട് 1 മിനിറ്റ് ഇടവിട്ട് കോൾഡ് വാട്ടർ ഇങ്ങനെ കുടിക്കലാണ് എൻ്റെ മെയിൻ പരിപാടി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പയറുപ്പേരി എന്നു. അങ്ങനെ പിന്നെ അതും പെട്ടെന്ന് അങ്ങനെ തൂമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെ വീട്ടിൽ കിച്ചണിൽ ഫാനൊന്നും വെച്ചിട്ടില്ലായിരുന്നു. അത് ഭയങ്കര ചൂടായതുകൊണ്ട് പിന്നെ റൂമിൽ പോയിട്ട് കുറച്ച് നേരം AC ഇട്ടിട്ട് കിടന്നു കേട്ടോ. കാരണം നല്ലോണം വേർത്തിട്ടുണ്ടായിരുന്നു. അടുക്കളയിലൊരു 5 മിനിറ്റ് ഞാൻ നിന്നിട്ടുള്ളൂ. പക്ഷെ അത്രയ്ക്കും ചൂടാണല്ലോ ഇപ്പോൾ. അപ്പോൾ നല്ലോണം വേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ AC പോരാനിട്ട് ഫാനും ഒക്കെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ടതായിരുന്നു കേട്ടോ. അത്രയ്ക്കും ചൂടാണ്. അങ്ങനെ പിന്നെ കുറച്ച് നേരം വെറുതെ ഇങ്ങനെ ഈ ഒരു മൂവിയൊക്കെ കണ്ടിരുന്നു. രാക്കിളിപ്പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മൂവിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല മഴ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ നല്ല ഉണങ്ങിയ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ വെറുതെ നനക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പോയിട്ട് അതെടുത്തു കേട്ടോ. അമ്മ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഡ്രസ്സ് എടുത്ത പാടെ തന്നെ നല്ല ചൂടോടെ അങ്ങോട്ട് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ആ ഒരു ചൂടോടെ എടുത്ത പാടെ മടക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചെയ്തോളും. മറ്റേത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യലുണ്ടാവില്ല. ഞാനെന്തായാലും ചെയ്യലുണ്ടാവില്ല കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാണ്ടെങ്കിൽ അത് റെഗുലറായിട്ട് ചെയ്യും. വീഡിയോ എടുക്കാണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടെങ്കിലും ചെയ്യും കേട്ടോ. അതെനിക്ക് ഈ വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയ കാര്യമാണ്. അങ്ങനെ പിന്നെ അതെല്ലാം ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഇത് രാവിലത്തെ ഉഴുന്ന് ദോശയും ചമ്മന്തിയും ചട്നിയാണ്. ഞാൻ പിന്നെ ചോറ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇതാണ് കഴിച്ചത്. കാരണം ഇത് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ ഈ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് പോലത്തെ സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ കിടന്നുറങ്ങാൻ കിടന്നിട്ടുണ്ടെങ്കിലും പക്ഷെ ഉറക്കം നടന്നിട്ടില്ലേനു. അതിൻ്റെ ഇടയിൽ കൂടെ നീച്ചിട്ട് അതും ഇതൊക്കെ കഴിച്ചുകൊണ്ടിടക്കുകയാണ് കേട്ടോ പരിപാടി. അങ്ങനെ പിന്നെ ഒരു 2-3 മണിക്കൂർ വെറുതെ കിടന്നു, ഉറങ്ങിയിട്ടൊന്നുമില്ല. അങ്ങനെ കിടന്നിട്ട് എണീറ്റു. അങ്ങനെ എണീറ്റ പാടെ തന്നെ ആ ഒരു വിരിപ്പും അതുപോലെ പുതപ്പും ഒക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. ഒക്കെ നമ്മൾ ആ വിചാരിക്കുമ്പോൾ തന്നെ ചെയ്താലേ ചെയ്യലുണ്ടാവുമല്ലോ കേട്ടോ. അങ്ങനെ പിന്നെ മഗ്‌രിബെല്ലാം കഴിഞ്ഞിട്ട് ഒരു 7 മണിയെല്ലാം ആയപ്പോൾ ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇക്കാക്ക് ഫുഡ് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് ഫുഡ് കൊണ്ടു കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ ചൂടോടെ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈ ഒരു ടൈമിൽ അങ്ങനെ പൊരിക്കുകയാണ്. സംഭവം ഞാൻ പറഞ്ഞില്ലേ ഇക്കാക്ക് 1 മണി വരെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എന്തെങ്കിലും വിശക്കുമല്ലോ നമ്മളൊക്കെ ഒരു 10 മണീൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഡിന്നർ കഴിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്യണം കേട്ടോ. പിന്നെ കടയിൽ ഫുഡ് ഉണ്ടാവും. പക്ഷെ അത് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഫുഡ് ആയതുകൊണ്ട് അത്രയ്ക്ക് ചൂടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യൽ. അതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡ് പാക്ക് ചെയ്ത് പോകാൻ നേരത്ത് ഇവളിങ്ങനെ ഒരു ഗ്ലാസ് കൊണ്ട്
സിസ്റ്റർ ഒരു പിരമിഡ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതാണെങ്കിൽ എൻ്റെ കൈയ്യട്ടി അറിയാതെ ചാടിയും ചെയ്തു. പിന്നെ അതിന് കരഞ്ഞിട്ട് ഞാൻ കുറേ ബുദ്ധിമുട്ടി അത് സെറ്റാക്കി കൊടുത്തു കേട്ടോ. പിന്നെ ഇതാ ഫുഡ് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇക്കാൻ്റെ കടയിൽ വന്നിക്കാണ്. അങ്ങനെ അത് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് അപ്പുറത്ത് ഉള്ള ഒരു കടയിൽ നിന്ന് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങി. ഉമ്മാക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ ഇതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മാക്ക് സമൂസ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെ കുറച്ച് പഴംപൊരിയും എഗ്ഗ് ബജിയും എല്ലാം വാങ്ങിയിട്ട് പിന്നെ ഇക്കാക്ക് ജസ്റ്റ് ഒന്ന് കടയിൽ നിന്ന് ഫ്രീ കിട്ടിയപ്പോൾ ഇന്ന വീട്ടിലേക്ക് ആക്കി തന്നു കേട്ടോ. കാരണം 1 മണിക്ക് ഞാൻ ഇക്കാൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോവൽ റിസ്ക് ആയതുകൊണ്ട് രാത്രി 1 മണിക്ക് പോകേണ്ട വിചാരിച്ചിട്ട് ആക്കി തന്നു. ഇനി 1 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരും കേട്ടോ. അങ്ങനെ പിന്നെ വീട്ടിലേക്ക് എത്തിയിട്ട് നമ്മൾ സ്നാക്സൊക്കെ കൂട്ടി നല്ല പാൽച്ചായൊക്കെ കുടിച്ച് അങ്ങനെ ഒരു 9 മണിയെല്ലാം ആയപ്പോൾ വളരെ നേരത്തെ ഞാൻ കുളിക്കാൻ പോവാണ് കേട്ടോ. സംഭവം ഇപ്പോൾ ചൂടായതുകൊണ്ട് നേരത്തെ കുളിച്ചിട്ടും കാര്യമില്ല. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും 12:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഒരു അരമണിക്കൂറൊക്കെ ഉള്ളിലൊക്കെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് എണീറ്റിട്ട് ഇക്കാൻ്റെ കുറച്ച് ഡ്രസ്സ് ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ഫോൾഡ് ചെയ്തിട്ട് അങ്ങനെ പാക്ക് ചെയ്യാണ് കേട്ടോ. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ കുളി കഴിഞ്ഞിട്ട് എന്താ പറയുക നൈറ്റി എന്ന് ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ ഈ ഒരു ചുരിദാർ എടുത്തിട്ട് കേട്ടോ. അപ്പത്തേനും ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു. ഉപ്പ ഈ ഒരു സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് അപ്പം തന്നെ അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇക്ക വരാൻ നേരമായപ്പം ഒരു 12:55 ആയപ്പോൾ ഞാൻ പിന്നെ ചായക്ക് ഉള്ള വെള്ളം വെച്ചു. കാരണം ഇക്കക്ക് ഫുഡായിട്ട് റൈസ് വേണ്ട, ആ ഒരു രാവിലത്തെ ഒരു ദോശ ഉണ്ടല്ലോ അത് മതി ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാനൊക്കെയും ഈ ഒരു ദോശൻ്റെ അഡിക്റ്റാണ് കേട്ടോ. ഉഴുന്ന ദോശ ഭയങ്കര ഇഷ്ടമാണ് രണ്ടാക്കും. അങ്ങനെ പിന്നെ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ രാവിലെ ഉണ്ടാക്കിയ ചമ്മന്തിയൊക്കെ തീർന്നിട്ട് അങ്ങനെ ഫ്രഷ് ആയിട്ട് പിന്നെ ആ ഒരു 1 മണിയായ നേരത്ത് ഉണ്ടാക്കിയതായിരുന്നു. സംഭവം ഉമ്മ ഉണ്ടാക്കിയതായതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ടാണ് കേട്ടോ 2 നേരം 3 നേരമൊക്കെ അത് കഴിക്കുന്നത്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ പോയപ്പോൾ ഏകദേശം ഒരു 2 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നേരെ പോകണ വഴിക്കാണെങ്കിൽ എണ്ണ മിസ്സിങ് വന്നു. അങ്ങനെ പിന്നെ നേരെ പമ്പക്ക് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ ഒന്നും നോക്കിയില്ല. 3 മണി ഏകദേശം ഒക്കെ തീരുമാനമായിരുന്നു കിടന്ന് ഉറങ്ങിയപ്പോഴത്തേക്കും. അങ്ങനെ പിന്നെ ഇക്കാൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ഒന്നും നോക്കില്ല, നേരെ കിടന്ന് ഉറങ്ങാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ അത്രയുള്ളൂ. ബൈ.